പേര് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കുറേ പേര് നമ്മുടെ സ്റ്റെൻട്രൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ട്. ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അവരോട് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഇതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്തത് നിങ്ങളുടെ സ്കാൽപ്പ്. അതൊരു മൈക്രോസ്കോപ്പ് ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരെണ്ണത്തിന് സിംഗിൾ പോയിന്റ് എന്ന് നിങ്ങൾക്ക് ഇമേജിൽ കാണാം. സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ സിംഗിൾ ഫോളിക്കിളിന് എത്ര ഹെയർ സ്ട്രാൻഡ്സ് വരുന്നതാണ്. ഇപ്പോൾ മോർ ദാൻ 1 ഹെയർ സ്ട്രാൻഡ്സ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് സപ്ലൈ കിട്ടുന്ന ഒരു ഏരിയയാണ്. ദർ ആർ മിനറൽസ് എവറിത്തിങ് ഇൻ ഒപ്റ്റിമം റേഞ്ചിലാണ് ആ ഏരിയയിൽ ചുറ്റുമുള്ളതെല്ലാം. അപ്പോൾ അവിടെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു റീജനറേഷൻ പ്രോസസ്സാണ്. ഈ റീജനറേഷൻ പ്രോസസ്സിൽ നമ്മുടെ ബോഡീൻ്റെ വളരെ വലിയൊരു പങ്കുണ്ട് ഈ ഒരു പ്രോസസ്സിൽ. അപ്പോൾ ബോഡി ഇതിനെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ബോഡിക്ക് കഴിവുണ്ടോ എന്നാണ് ആദ്യം നോക്കുക. അതിന് ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സപ്ലൈൻ്റെ വയബിലിറ്റി വെച്ചിട്ട്. വയബിൾ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ വയബിൾ അല്ല എങ്കിൽ നമ്മൾ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ചില ആളുകൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയുക വയബിൾ അല്ല. പിന്നെ അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടല്ലോ നിങ്ങളടുത്ത്, അവർക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മുടി വെടുത്തിയതായിട്ട് കാണുന്നുണ്ടല്ലോ. അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ, കാണുമ്പോൾ ഇതിനേക്കാൾ കഷ്ടമായിരിക്കും, പക്ഷേ അറ്റ്ലീസ്റ്റ് ബേബി ഹെയർസ് ആയിട്ടെങ്കിലും അവർക്ക് ഒരു ഫോളിക്കിലും 2 ഹെയർസ് എങ്കിലും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ കേസുകൾ നമ്മൾ എടുക്കാറുള്ളൂ. അങ്ങനത്തെ കേസുകൾ നമ്മൾ ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവും ചെയ്യും. പിന്നെ വേറെ കേസ് പറയുകയാണെങ്കിൽ, ഇതേപോലെ ഒരു ഫോളിക്കിളിന് 1 ഹെയർ മാത്രമുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് കിട്ടും, പക്ഷേ ആ റിസൾട്ട് നിലയ്ക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ താല്പര്യപ്പെടാത്തത്. അതായത് നമ്മൾ ആദ്യം സ്കാൽപ്പ് നോക്കിയിട്ട് ഒറ്റ ഫോളിക്കിളിന് എത്ര ഹെയർ വരുന്നത്, ഒരെണ്ണേ വരുന്നുള്ളൂ അധിക ഏരിയയിലും എങ്കിൽ നിങ്ങൾ നല്ലൊരു കാൻഡിഡേറ്റ് അല്ല, നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരെണ്ണത്തിന് 2 എണ്ണം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ആദ്യത്തെ പ്രോസസ്സ്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് പിന്നെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട് എന്താ വെച്ചാൽ, ഷുഗറാണ് നമുക്ക് മെയിനായിട്ട് നോക്കുന്നത്. കാരണം ഈ ചെയ്യുന്ന സമയത്ത് ഡയബറ്റിക് ആവരുത്. മീൻസ് ചെയ്യുന്ന സമയത്ത് ഡയബറ്റിക് ആവുന്നതല്ല, 250 താഴെയാണ് ഷുഗർ വേണ്ടത്. ഡയബറ്റിക് ആണെങ്കിൽ ചെയ്യാം, ബട്ട് അറ്റ്ലീസ്റ്റ് 250 താഴെ വേണം ഷുഗർ. അതാണോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം പിന്നെ റുട്ടീനായിട്ടുള്ള എല്ലാ ചെക്സും നമ്മളിപ്പോൾ പറയാമല്ലോ, നമ്മളിപ്പോൾ ഒരു പ്രൊസീജിയറിന് മുമ്പിൽ എല്ലാ ചെക്കും നമ്മൾ ചെയ്യുക, HIV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന് പുറമെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് TSH, വിറ്റാമിൻ ഡി എല്ലാവർക്കും ഇല്ല, നമുക്ക് അവരെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ TSH നിർബന്ധമായിട്ട് എല്ലാവരും നമ്മൾ ചെക്ക് ചെയ്യും. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതിൻ്റെ അളവ് നോക്കും. ഓക്കെ, ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്നത് 15 മില്ലി ബ്ലഡ് അവർ കയ്യിൽ നിന്നാണ് എടുക്കുക. കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, അവർ ബ്ലഡ് എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ യൂഷ്വലി PRPയിലാണെങ്കിലും ശരി, GFCയിലാണെങ്കിലും ശരി, അവരെല്ലാവരും യൂസ് ചെയ്യുക EDTA എന്ന് പറഞ്ഞ സാധനത്തിലാണ് ഇത് കളക്ട് ചെയ്യുക. ബട്ട് നമ്മളത് EDTA അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് സോഡിയം സിട്രേറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങളിത് കളക്ട് ചെയ്യുക സോഡിയം സിട്രേറ്റിലാണ്. അത് ഞങ്ങൾ സോഡിയം സിട്രേറ്റ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇത് നമ്മളൊന്ന് സെൻട്രിഫ്യൂഗേഷനിൽ വെക്കും. ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ, സാധാരണ സെൻട്രിഫ്യൂഗേഷൻ അല്ല. അൾട്രാ സെൻട്രിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവേർഷൻ ചെയ്തിട്ട് അതിൻ്റെ 2 പ്രോസസ്സും കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അവസാനമായിട്ട്. അല്ലാതെ യാതൊരുവിധ കിറ്റും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. മനസ്സിലായി? കുറേ കിറ്റുകൾ കുറേ സാമ്പിളായിട്ട് ആളുകൾ കൊണ്ടുവരും SCT ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അതൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ മാനുവലായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു RPM ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ പ്ലേറ്റ്ലെറ്റ്സ് ഉള്ളത് അതൊക്കെ നമുക്ക് ആ മെഷീനിൽ മനസ്സിലാവും. ആ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ 4 മടങ്ങ് ഇൻക്രീസ് ആക്കിയിട്ട് ആ ബ്ലഡിലുള്ള, അതായത് നിങ്ങൾ കയ്യിൽ നിന്ന് ആ ബ്ലഡില്ലേ, ആ ബ്ലഡിൽ 4 മടങ്ങ് പ്ലേറ്റ്ലെറ്റ്സ്, ഓൾറെഡി നിങ്ങൾക്ക് എത്ര പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടോ അതിൻ്റെ 4 മടങ്ങ് × 4 അടിച്ചിട്ട് ആക്കുകയാണ് ചെയ്യാം. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ 10 ലക്ഷത്തിൻ്റെ മുകളിൽ പോവും ചെയ്തത്. 11 മാക്സിമം 11 ലക്ഷം അത്രയും വരെ പ്ലേറ്റ്ലെറ്റ്സ് ആകാൻ പാടുള്ളൂ. അതിന് താഴെ വേണം വരാൻ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കണക്കിലാണ് ഓരോരുത്തരുടെ ബ്ലഡും ചെയ്യാം. അതായത് അത് ഓട്ടോമാറ്റിക് മെഷീനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് 10 ലക്ഷത്തിൻ്റെ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ് ആക്കുന്നു. അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തൊക്കെയാണ് പ്ലേറ്റ്ലെറ്റ്സ്? അപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയ ഒരു സിറമാണിത്. മീൻസ് ഒരു സൊല്യൂഷനായിട്ട് കിടക്കുകയാണ് പ്ലാസ്മ. അപ്പോൾ അതിലോട്ട് നമ്മൾ ഓൾറെഡി സോഡിയം സിട്രേറ്റിലാണ് എടുത്തതെന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുക കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആഡ് ചെയ്യും. കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ PDGF എന്ന് പറഞ്ഞ ഒരു ഗ്രോത്ത് ഫാക്ടർ ഉണ്ട്.
ഈ ഗ്രോത്ത് ഫാക്ടറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആഡ് ചെയ്യുന്നത്. കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ആഡ് ചെയ്യുമ്പോൾ PDGF, ഇന്റർലൂക്കിൻസ്, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, EGF, വാസോഎൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, പിന്നെ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ എന്നിവ എല്ലാം സെപ്പറേറ്റഡ് ആകും. ഈ സെപ്പറേറ്റഡ് ആയ ഇതിൽ മാക്സിമം നമുക്ക് കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ PDGF ആണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. ബട്ട് ഞങ്ങളെല്ലാം അത് മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അതിലോട്ട് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റെം സെൽസ്, ഈ ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ബോഡിയിലുള്ള മനുഷ്യന്മാരുടെ സ്റ്റെം സെൽസ് അല്ല, ഇത് ഓർഗാനിക് സ്റ്റെം സെൽസ് എന്നുള്ള പേര് തന്നെയുള്ളൂ. ഇത് ആക്ച്വലി ഒരു ആക്ടിവേറ്റേഴ്സ് ആണ്. ഈ ഓർഗാനിക് സ്റ്റെം സെൽസ് എന്തിൻ്റെയാണ്? മാലസ് ഡൊമസ്റ്റിക്കേൻ്റെയാണ് ഞങ്ങൾ യൂസ് ചെയ്യണം. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നതാണ്. ആ പ്രോഡക്റ്റ് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുന്നതാണ്. പ്രത്യേക ടൈപ്പ് ഒരു കോമ്പൗണ്ടാണിത്. അതാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓർഗാനിക് സ്റ്റെം സെൽസ് അല്ലാതെ മനുഷ്യന്മാരതല്ല, മീസെൻകൈമൽ സ്റ്റെം സെൽസ് അല്ല, അല്ലെങ്കിൽ ഹിമോപാറ്റിക് അല്ല, ഒന്നുമല്ല. നോർമൽ ഓർഗാനിക്, അതായത് പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽസ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്റ്റെം സെൽസിന് റീജനറേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റെം സെൽസ് വിച്ച് എവർ ഇറ്റ് ഈസ് ഇനാക്റ്റീവ്, അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫ്ലാവിനോഡ്സ് എന്ന് പറഞ്ഞ സാധനങ്ങൾ, ഫ്ലാവിനോഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫ്ലാവിനോഡ്സ് എന്ന് പറയുന്നത് അതൊക്കെ വളരെ കൂടുതലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് ടാർഗറ്റ് സ്പെസിഫിക്, അതായത് നമ്മൾ ഇത്രയും സാധനം കൊടുത്തു ഈ ഒരു, അതായത് ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നിങ്ങളിപ്പോൾ ഇതെല്ലാം കൂടി ആഡൊക്കെ ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. പക്ഷേ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ സാധനം പോയിട്ട് നമ്മളെ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യണം. അല്ലാതെ അവിടെ എവിടെയും കറങ്ങി കിടന്ന് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. സ്റ്റെം സെൽസിൽ എത്തണം. എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സോസോംസ് കൂടി ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ എക്സോസോംസ് ആഡ് ചെയ്യും. എക്സോസോംസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. 2 കമ്പനീൻ്റെ എക്സോസോംസ് എടുക്കാറുണ്ട്. പ്ലാസ്മേൻ്റെ നമ്മൾ 2 കമ്പനീസാണ് എടുക്കാറ്. അതിൽ ഒരെണ്ണം സിപ്ലൈൻ്റെ എക്സോസോംസ് വരെ എടുക്കാറുണ്ട്. സിപ്ലൈൻ്റെ അഗെയിൻ ഗ്രോത്ത് എടുക്കാറുണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് എടുക്കാറുണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 30 ഡിഗ്രി ആംഗിളിൽ നീഡിൽ വെച്ചിട്ട് നമ്മൾ PRPയിലും GFCയിലും ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പ് പോകണം. ഇതിന് അത്ര ഡെപ്റ്റ് വേണ്ട. ഇതിന് ജസ്റ്റ് ഡെർമിസിന് തൊട്ട് താഴെയാണ് ഈ സ്റ്റെം സെൽസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ജസ്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് വിട്ടാൽ മതി. ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വേറെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഇതിന് മുമ്പ് വേറെയും കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, പറയാൻ മറന്നുപോയി. ഈ ഇഞ്ചെക്ഷൻ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോസസ്സൊക്കെ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് എന്താ ചെയ്യുക വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ തലയിൽ നമ്മൾ ഇൻഫ്രാറെഡ് റേസ്, റെഡ് ലൈറ്റ് തെറാപ്പി എന്ന് പറയും, റെഡ് ലൈറ്റ് വെച്ചിട്ട് സ്റ്റിമുലേഷൻ നടത്താൻ തുടങ്ങും. സ്റ്റിമുലേഷൻ, ഈ റെഡ് ലൈറ്റ് നമ്മളൊരു പ്രത്യേക വേവ് ലെങ്ത്തിൽ, അതായത് നിയർ ഇൻഫ്രാറെഡ് അല്ല ബട്ട് നിയർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തിലുള്ള ഒരു ഇതിൽ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെയുള്ള അവിടെയുള്ള സ്റ്റെം സെൽസിനും കാര്യങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ആക്ടിവേഷൻ, ഒരു ബൂസ്റ്റ് കിട്ടുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് നിൽക്കും. അതായത് നമുക്ക് വേണ്ടത് എന്താ, ഓൾറെഡി ഇനാക്റ്റീവായി കിടക്കുന്ന സ്റ്റെം സെൽസിനെ അതിന് ശരിക്കും അത് കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രോസസ്സാണ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കാൻ പല കാരണങ്ങളാകാം. അത് അവിടെ മടി പിടിച്ചിരിക്കുന്ന ആ സ്റ്റെം സെല്ലിനെ റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പല വഴികളാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൊന്ന് റെഡ് ലൈറ്റ് തെറാപ്പിയാണ്. റെഡ് ലൈറ്റ് തെറാപ്പി കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിനെ ND-UVB എന്ന് പറഞ്ഞ സെഷനിലോട്ട് വിടും. ഒരു ബ്ലൂ ലൈറ്റാണ്. ഈ ബ്ലൂ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് മെലാനിൻ എന്ന് പറഞ്ഞ സാധനം, നമ്മുടെ തലയിലുള്ള സ്കിന്നിന് കളർ കൊടുക്കുന്ന മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, മെലാനോജെനസിസ് കൂട്ടും. അങ്ങനെ നമുക്കിപ്പോൾ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെം സെൽസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെയർ ഗ്രോ ആവണം. അതിന് വേണ്ടിയിട്ടാണ് മെലാനിനും കൂടി വേണ്ടത്. അത് ഹെയർ ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല, ഈ ബേബി ഹെയർസ് കളർ ബ്ലാക്ക് ആയിരിക്കണം, അത് പെട്ടെന്ന് കളർ വെക്കണം. അതേപോലെ ഈ സാധാരണ ഹെയർ പോലെ തന്നെ വളരണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള മെലാനിനും വേണം. ആ മെലാനിൻ ഒരു സമയത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ ഈ പ്രോസസ്സൊക്കെ അപ്പോൾ നടന്ന് നമ്മൾ സെപ്പറേഷൻ നടന്നിട്ടുണ്ടാവും. പിന്നെ ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യും, എന്താ, മൈക്രോ നീഡ്ലിംഗ് ചെയ്യും. മൈക്രോ നീഡ്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് മൈക്രോ നീഡ്ലിംഗ്. ആദ്യം ജസ്റ്റ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ നീഡ്ലിംഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മൈക്രോ നീഡ്ലിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇഞ്ചെക്ട് ചെയ്യുന്ന കാര്യം. അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് വേർട്ടക്സ് തൊട്ട് മിഡ് വേർട്ടക്സ് തൊട്ട് ഒന്നെങ്കിൽ ഫ്രോണ്ടൽ ഏരിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയാണ് കൂടുതൽ സെഷനെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ, അതായത് ഹാഫ് ഓഫ് ദ എൻഡ് മാത്രമേ ഫസ്റ്റ് സീറ്റിൽ കവർ ചെയ്തു. 15 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ സെക്കൻഡ് ഹാഫും കവർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡും കാര്യങ്ങളും, നേരത്തെ ചെയ്ത ഭാഗത്തിൻ്റെ എൻഡും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുന്നത് ആ സമയത്താണ്. ഓക്കെ, അപ്പോൾ 2 സെഷനായിട്ടാണ് ചെയ്യേണ്ടത്. അത് 15 ഡേയ്സിൻ്റെ ഉള്ളിൽ വേണം ചെയ്യാൻ. പിന്നെ ഉള്ളത് ബൂസ്റ്റർ സെഷനാണ്. ബൂസ്റ്റർ സെഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബൂസ്റ്ററാണോ GFC ആണോ ഏറ്റവും നല്ലതെന്നൊക്കെ ചോദിക്കും. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബൂസ്റ്റർ. GFC എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് അല്ല, അത് GFC ഗ്രോത്ത് ഫാക്ടേഴ്സ് നൽകുന്നു, അത്രയേ ഉള്ളൂ. ബൂസ്റ്ററിന് ആകെയുള്ള വ്യത്യാസം സ്റ്റെം സെൽസിനായിട്ട് അതിൽ ഓർഗാനിക് സ്റ്റെം സെൽസ് ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ബാക്കി എല്ലാ സ്റ്റെം സെൽസിനെ പോലെ തന്നെ എക്സോസോംസ് വരെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൂസ്റ്റർ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം 8 മാസത്തിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഞങ്ങൾക്ക് സീക്വൻസ് ഫോട്ടോൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരോടും പറയാതെ
ഒരു 2 മാസം 3 മാസം ആകുമ്പോൾ വന്നിട്ട് ബൂസ്റ്റർ എടുക്കാൻ പറയും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗൾഫ് പോകേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് നേരത്തെ വന്നിട്ട് ബൂസ്റ്റർ എടുത്തിട്ട് പോവാം. ഓക്കെ, അതിലൊന്നും ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഒരു മാസം ആകുമ്പോൾ തന്നെ എല്ലാം കൂടി ഫുൾ പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ തീർത്തിട്ട് പോകുന്നതാണ്. പിന്നെ ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തലയിൽ സോപ്പ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക, കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതേപോലെ തന്നെ താരനുള്ള ഷാമ്പു നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണ്ടെങ്കിലോ ഒന്നരാടനെ യൂസ് ചെയ്യണ്ടെങ്കിലോ അത് ഒഴിവാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ യൂസ് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾക്ക് ഷാമ്പൂസ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. യൂസ് ചെയ്യാം, വേണമെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെയ്യുമ്പോൾ മൈൽഡായിട്ടുള്ള ചെയ്യുക, ലൈക്ക് ഹിമാലയൻ്റെ ബേബി ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുക. അത് മാത്രമല്ല, ഈ ഷാമ്പൂസ് യൂസ് ചെയ്യുമ്പോൾ കഴിയുന്നത് കണ്ടീഷണേഴ്സും കൂടി യൂസ് ചെയ്യുക, ലൈക്ക് പാൻറ്റീന് പോലത്തെ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, അതായത് ടാബ്ലറ്റ്, നമ്മൾ ബയോട്ടിൻ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബയോട്ടിൻ ടാബ്ലറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ബയോട്ടിൻ ടാബ്ലറ്റ് പോയി കഴിഞ്ഞാൽ ബയോട്ടിൻ എന്ന് പറഞ്ഞ എസൻസ് തന്നെ റിലീസാവും. ഈ വിറ്റാമിൻ പോയിട്ട് നമ്മളെ അവിടെയുള്ള ബയോട്ടിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ പോയിട്ട് ബൈൻഡ് ചെയ്യണം. അപ്പോഴാണ് ബയോട്ടിൻ്റെ ഗുണം നമ്മളെ ഹെയറിന് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഈ ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വേറൊരുത്തം വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുമോ? ഇല്ല. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത് മുട്ടേൻ്റെ വെള്ള കഴിക്കരുത്. ഈ മുട്ടേൻ്റെ വെള്ള എന്ന് ഉദ്ദേശിക്കുന്നത് ഹാഫ് ബോയിൽഡ് എഗ്ഗോ അല്ലെങ്കിൽ റോ എഗ്ഗോ ആണ് മെയിൻലി. ബട്ട് നമ്മളൊരു പ്രിക്കോഷന് വേണ്ടിയിട്ട് എന്തായാലും ബോയിൽഡ് എഗ്ഗും ഒഴിവാക്കാൻ പറയും. എന്തിനാണെന്ന് വെച്ചാൽ എഗ്ഗ് യൂഷ്വലി നല്ലതാണ് ഹെയറിന്, യോക്കൊക്കെ വളരെ നല്ലതാണ്, പ്രോട്ടീന് വളരെ കൂടുതലാണ്. ബട്ട് നമ്മൾ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് എന്തിനാണ്? ഈ ഒരു മാസം നമ്മൾ ബയോട്ടിൻ കൊടുക്കുന്നുണ്ട്. ആ ബയോട്ടിൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹെയറിൻ്റെ റിസപ്റ്ററിൽ ഈ എഗ് വൈറ്റിലുള്ള അബിഡിൻ എന്ന് പറഞ്ഞ സാധനം പോയിട്ട് ബൈൻഡ് ചെയ്യും. അബിഡിൻ അവിടെ പോയിരിക്കും. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ടാബ്ലറ്റിന് ഗുണമില്ലാതെയാവും. കൊടുത്ത ടാബ്ലറ്റിന് പോയി ബൈൻഡ് ചെയ്യണം, എന്നാലേ ആക്റ്റ് ആവുള്ളൂ, അതിനെ റിലീസ് ചെയ്യുള്ളൂ, അതിൻ്റെ ഫങ്ഷൻ നടക്കുള്ളൂ. പക്ഷേ അവിടെ പോയി ബൈൻഡ് ചെയ്യുന്ന നേരം അവിടെ പോയി ഇരിക്കുന്നുണ്ട് ആര്? അബിഡിൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവനെ അവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ആക്ഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ കഴിക്കുന്ന പോലെയാവും ടാബ്ലറ്റ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു 3 തൊട്ട് 4 ആഴ്ച അത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എഗ് വൈറ്റ്. പിന്നെ അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള അണ്ടിപ്പരിപ്പല്ല, മീൻസ് നമ്മൾ നാട്ടുപുറത്തുള്ള അണ്ടിപ്പരിപ്പല്ല. നമ്മൾ വാങ്ങി കഴിക്കുന്ന ഈ എബ്രോഡിൽ നിന്നൊക്കെ വരുന്നതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് റെസ്റ്റോറൻറ്റ് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അണ്ടിപ്പരിപ്പിൽ കൂടുതൽ സെലേനിയം എന്ന് പറയുന്ന കണ്ടൻറ്റ് കാണാറുണ്ട്. ഈ സെലേനിയം കൂടിയാലും പ്രശ്നമാണ് മുടിക്ക്, കുറഞ്ഞാലും പ്രശ്നമാണ് മുടിക്ക്. പക്ഷേ അതിൽ വളരെ കൂടിയ അംശത്തിൽ സെലേനിയം കാണുന്നതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മളൊരു സിറം നൽകും. ഈ സിറം പേഷ്യൻസിന് ഡിപ്പെൻസ് ആണ്. പേഷ്യൻറ്റിൻ്റെ സ്കാൽപ്പിൻ്റെ റെസിസ്റ്റൻസ്, അതായത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എത്ര സുഖമായിട്ടാണ് നീഡിലുള്ളിലോട്ട് പോകുന്നുണ്ട്, അതിന് റെസിസ്റ്റൻസ് ഉണ്ടോ, അതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. അതിനനുസരിച്ച് നമ്മൾ 3 ടൈപ്പ് സിറംസാണ് കൊടുക്കുക. അതായത് ഒന്നെങ്കിൽ റിഡൻസിലിൻ്റെ സിറം കൊടുക്കും, അല്ലെങ്കിൽ മിനോക്സിഡിൽ സിറം കൊടുക്കാറുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് മിനോക്സിഡ് പ്ലസ് റിഡൻസിൽ കൊടുക്കാറുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇറങ്ങിയ സിറം കൊടുക്കാറുണ്ട്, അറ്റ് ഗെയിൻ ഗ്രോത്ത് പോലത്തെ. ഇത് ഏത് സിറം ആണെങ്കിലും നമുക്കൊരു പാറ്റേൺ ഉണ്ട് യൂസ് ചെയ്യാൻ. ആദ്യത്തെ ബോട്ടിൽ, അതായത് 6 മാസമാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ബോട്ടിൽ തൊട്ടേ നിങ്ങൾക്ക് ഒരു മോഡിഫിക്കേഷൻ നടത്തണം. അതായത് ആദ്യത്തെ ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തൊട്ട് നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അതിൻ്റെ അപ്പുറം തലയിൽ വെക്കരുത്. അത് കഴുകിക്കളയാം, സിറം കഴുകിക്കളയാം. 2 മണിക്കൂർ കഴിയുമ്പോൾ സിറം കഴുകിക്കളയാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ഈ ഒന്നെങ്കിൽ സോപ്പ് ആൽമറ്റോൻ്റെ പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ് ഗെയിൻ ഗ്രോഫ്, അതൊക്കെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ഒരു 3 മാസം കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ തൊട്ട് അത് 2 മണിക്കൂറിൻ്റെ മുകളിൽ തലയിൽ വെക്കരുത്. ആദ്യത്തെ ബോട്ടിലായിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്? ഓവർനൈറ്റ് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ രണ്ടാമത്തെ ബോട്ടിലോട്ട് 2 മണിക്കൂറിൻ്റെ കഴിഞ്ഞിട്ട് കഴുകിക്കളയണം, നിർബന്ധമായിട്ടും കഴുകിക്കളയണം. അറ്റ്ലീസ്റ്റ് തുടച്ചെങ്കിലും കളയണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ആദ്യത്തെ 1 മാസം അങ്ങനെ ചെയ്യാം. അതായത് രണ്ടാമത്തെ ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ 1 മാസം അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള മാസം ഗ്യാപ്പ് കൊടുക്കുക. ഒരു ഡേയ്സ് അവിടെ വെച്ചിട്ട് 2 ദിവസം കൂടുമ്പോൾ ഒരു തവണ യൂസ് ചെയ്താൽ മതി. അങ്ങനത്തെ രീതിയിൽ പോവുക. 2 ദിവസം കൂടുമ്പോൾ ഒരു തവണ, അങ്ങനെ അതും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഗ്യാപ്പ് ഒരു ദിവസം ഉണ്ടല്ലോ, തേക്കാത്ത ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നിങ്ങൾ അറ്റ് ഗെയിൻ ഗ്രോഫ് അല്ല, നമ്മുടെ ഫോളി ഹെയർ എ ടാബ്ലറ്റ് കഴിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സോപ്പ് ആൽമറ്റോൻ്റെ പൊടിയോ ടാബ്ലറ്റോ കഴിക്കാം. ഇതെടുക്കാത്ത ദിവസം. അങ്ങനെ അടുത്ത 1 മാസം, അതായത് ബോട്ടിലൊക്കെ ഇങ്ങനെ തീരാറായിട്ടുണ്ടാവും, അടുത്ത 1 മാസം ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള 1 മാസം നിങ്ങൾ 3 ദിവസം കൂടുമ്പോൾ മാത്രം ഈ സിറം യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുകയും ചെയ്യാം. അത് ആ ബാക്കിയുള്ള 3 ദിവസം നിങ്ങൾ ഈ ഫോളി ഹെയർ എ കഴിക്കുക. ഓക്കെ, ഇത് തേക്കാത്ത 3 ദിവസം. അങ്ങനെ 1 മാസം പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യാം, മെല്ലെ കംപ്ലീറ്റ് എടുത്ത്. ആ സമയത്ത് നിങ്ങൾ ഹെയർ ഫോൾ പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1.25 mg മിനോക്സിഡിൽ ടാബ്, മിനോക്സിഡിലാണ് തന്നതെങ്കിൽ മിനോക്സിഡിൽ ടാബ് കഴിക്കുക.
1.25 mg മിനോക്സിഡിൽ. അതിപ്പോൾ ഏത് ഹെയർ ഫോൾ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് യൂഷ്വലി. അങ്ങനെ നല്ല ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അത് കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ച അത് കൊടുപ്പിച്ചിട്ട് മെല്ലെ അത് കട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരും, ഒറ്റയടിക്ക് തന്നെ നിർത്തിക്കും. അപ്പോൾ തന്നെ ആ ഒരു സിവിയറിറ്റി മാറിയിട്ടുണ്ടാവും. ഹെയർ ഫോൾ കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ ഹെയർ ഫോൾ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടാവും. അതായത് ഏത് പ്രൊഡക്റ്റും നമ്മൾ തലയിൽ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ, ഈവൻ ഇഫ് മിനോക്സിഡിലാണെങ്കിൽ, ഈവൻ ഇഫ് ഒരു പ്രശ്നമില്ല റിഡൻസിൽ എന്ന് കരുതി അത് യൂസ് ചെയ്താൽ പോലും സഡൻ സ്റ്റോപ്പേജ് ഓഫ് വാട്ട് എവർ ഇറ്റ് ഈസ് വിൽ കോസ് ഹെയർ ഫോൾ. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഈസ് അതെല്ലാം ആക്ട് ചെയ്യുന്നത് വാസോ ഡൈലേഷൻ വഴിയാണ്. ഈ വാസോ ഡൈലേഷൻ എന്ന് പറയുമ്പോൾ രക്തയോട്ടം അവിടെ കൂട്ടുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ രക്തയോട്ടം നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർക്കിംഗ് എൻവയറമെൻറ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് കൊഴിച്ചിൽ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബോട്ടിൽസ് കറക്റ്റ് രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി നിർത്താൻ പറ്റും. യാതൊരുവിധ ഇഷ്യൂസ് ഉണ്ടാവില്ല. അത് ഏത് സിറം ആണെങ്കിലും ശരി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും മിനോക്സിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഇതേപോലെ പോവുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. ഇന്ന് തൊട്ട് ആരെങ്കിലും മിനോക്സിൽ ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. അതിലൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്പ്രേ അടിക്കുമല്ലോ, അത് സിംഗിൾ സ്പ്രേ ഫ്രണ്ടിൽ, സിംഗിൾ സ്പ്രേ ബാക്കിൽ, അതിൻ്റെ അപ്പുറം നിങ്ങൾ അടിക്കരുത്. കൂടുതൽ ബോഡിയോട് ഡിപ്പെൻഡൻസി കൊടുക്കരുത്. സിംഗിൾ സ്പ്രേ ഫ്രണ്ടിൽ, സിംഗിൾ സ്പ്രേ ബാക്കിൽ. ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. എന്താ വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഇത് നിർത്താൻ പ്ലാനുള്ള ആളാണെങ്കിൽ ഒരിക്കലും ഡെർമാ റോളിങ് ആദ്യം ചെയ്ത് സിറം പിന്നെ തേക്കരുത്. അതാകുമ്പോൾ കൂടുതൽ എമൗണ്ട് ഉള്ളിലോട്ട് പോകും, അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ നിങ്ങളുടെ ബോഡി കൂടുതലായിട്ടും ഇതിനോട് ഡിപ്പെൻഡൻസി കാണിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത് നിർത്തണം എന്നുള്ള പ്ലാനുള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സിറം തേച്ച് കഴിഞ്ഞിട്ട് ഡെർമാ റോളിങ് ചെയ്യുക. അതാകുമ്പോൾ അത്ര വലിയൊരു ഉള്ളിലോട്ട് പോക്കുണ്ടാവില്ല, വേണ്ട അളവിൽ മാത്രമേ പോകുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സിറത്തിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്. താങ്ക് യു.